നമസ്കാരം. ഋഷിപ്രോക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. സ്ത്രീജന്മം ഭാഗ്യജന്മമാണ്. അമ്മമാർ ദൈവത്തിന് തുല്യമായിട്ടാണ് നമ്മുടെ ഭാരതീയർ പരിഗണിക്കുന്നത്. അമ്മ എന്നാൽ സ്വാർത്ഥതയില്ലാത്തവൾ എന്നാണ് അർത്ഥം. കുടുംബം, ഭർത്താവ്, ബന്ധുക്കൾ എന്നിങ്ങനെ മറ്റുള്ളവർക്കായി അധ്വാനിക്കുകയും ജീവിക്കുകയും ചെയ്യുന്ന അമ്മമാർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ ഞാൻ സമർപ്പിക്കുന്നത്. അമ്മമാരായിട്ടുള്ള അല്ലെങ്കിൽ അമ്മമാരാകാൻ പോകുന്ന എല്ലാ സ്ത്രീകൾക്കും വേണ്ടി നമുക്ക് ഈ വീഡിയോ സമർപ്പിക്കാം. ഓരോ സ്ത്രീകളുടെയും നക്ഷത്രപ്രകാരം അവരുടെ ജീവിതകാലത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ നടക്കാൻ സാധ്യതയുണ്ട്, അവരുടെ സ്വഭാവ സവിശേഷതകൾ, അവരുടെ ജീവിതത്തിലുള്ള പോരായ്മകളെയൊക്കെ മാറ്റിയെടുക്കാനുള്ള നിർദ്ദേശങ്ങൾ, അതിനുവേണ്ട പരിഹാരങ്ങൾ, എന്തെല്ലാം കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിച്ചാൽ ജീവിതകാലത്തിൽ ഉയർച്ചയും സന്തോഷവും സമാധാനവും ഒക്കെ ലഭിച്ചുകൊണ്ട് ജീവിതത്തെ സന്തുഷ്ടവും ഭദ്രപ്രദവും ആക്കുവാനുള്ള മാർഗങ്ങളാണ് വീഡിയോയിൽ പ്രതിപാദിക്കുന്നത്. നമുക്ക് അശ്വതി മുതൽ രേവതി വരെയുള്ള എല്ലാ നക്ഷത്രക്കാരുടെയും ഇത്തരത്തിലുള്ള വീഡിയോകൾ ചെയ്യാം. എല്ലാ സ്ത്രീകൾക്കും ഇതൊരു നല്ല അറിവായിരിക്കും. സ്ത്രീകളെ സ്നേഹിക്കുന്ന എല്ലാ പുരുഷന്മാർക്കും ഇതൊരു നല്ല അറിവായിരിക്കും. ഇപ്പോൾ നമുക്ക് തിരുവോണ നക്ഷത്രക്കാരായിട്ടുള്ള സ്ത്രീകളുടെ സവിശേഷ സ്വഭാവങ്ങളും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളും ദോഷപരിഹാരങ്ങളെയും പറഞ്ഞു പോകാം. സ്നേഹസമ്പന്നരും സംസ്കാരത്തിൽ പ്രബുദ്ധരുമാണ് തിരുവോണ നക്ഷത്രക്കാരായിട്ടുള്ള സ്ത്രീകൾ. ചന്ദ്രദിശയിലാണ് ഇവരുടെ ജനനം. പൊതുവെ വിദ്യ, കല എന്നിത്യാദികളിൽ ഇവർ പ്രതിബദ്ധതയുള്ളവരായിരിക്കും. മറ്റുള്ളവർക്കായി സ്വന്തം ആഗ്രഹങ്ങളെ ഇവർ മറച്ചു വയ്ക്കും. ഒരുപക്ഷെ ഇവരുടെ സ്വാർത്ഥത തന്നെയാകാം ഈ സ്വഭാവത്തിന് കാരണം. നിങ്ങളുടെ ആഗ്രഹങ്ങളെ നിങ്ങൾ മറ്റുള്ളവർക്കായി മറച്ചു വെക്കാതിരിക്കുന്നത് തന്നെയാണ് നിങ്ങൾക്ക് ഗുണകരം. ഭർത്താവിനോട് അതിരറ്റ സ്നേഹം പ്രകടിപ്പിക്കുന്നവരാണ് തിരുവോണ നക്ഷത്രക്കാരായിട്ടുള്ള സ്ത്രീകൾ. മറ്റുള്ളവർക്ക് അപ്രിയമായിട്ടുള്ളതൊന്നും ചെയ്യാത്തവരാണ് തിരുവോണ നക്ഷത്രക്കാരായിട്ടുള്ള സ്ത്രീകൾ. എന്നാൽ കൊച്ചു കൊച്ചു കാര്യങ്ങൾക്ക് ശോഭിക്കുന്നതും എടുത്തടിച്ച കണക്കെ സംസാരിക്കുന്നതും ഇവർ ഒഴിവാക്കേണ്ടതുമാണ്. പിതൃകർമ്മങ്ങൾ അതാത് സമയങ്ങളിൽ ചെയ്തു തീർക്കാൻ ഇവർ ശ്രദ്ധിച്ചാൽ ഇവർക്ക് ജീവിതത്തിൽ നല്ല വിജയങ്ങൾ ഉണ്ടാകുന്നതാണ്. കുട്ടികളോട് ഇവർ സ്നേഹം കാണിക്കുന്നതും ശാസന കാണിക്കുന്നതും രണ്ടും ഇവർ അധിക അളവിൽ തന്നെയായിരിക്കും ചെയ്യുക. എപ്പോഴും ചിട്ടയോടും പൂർണ്ണതയോടും കൂടി കർമ്മങ്ങൾ ഇവർ ചെയ്യാറുണ്ടെങ്കിൽ പോലും ചിലപ്പോഴൊക്കെ ചിന്താക്കുഴപ്പത്തിൽ ആഴ്ന്നു പോകാറുമുണ്ട്. അതിന് കാരണം ഇവരുടെ മനസ്സിന്റെ ഏകാഗ്രത ഇല്ലായ്മയാണ്. അത് ഒഴിവാക്കാനായി ചിത്രരചന, സംഗീതം, കായികം ഇങ്ങനെ മനസ്സിനിണങ്ങിയ എന്തെങ്കിലും ഒരു കലാപ്രവർത്തനങ്ങളിലോ കായിക പ്രവർത്തനങ്ങളിലോ ഇടപെടുക. ഏത് വികാരവും ഇവരുടെ മുഖത്ത് പെട്ടെന്ന് പ്രതിഫലിക്കുന്നതാണ്. എല്ലായ്പ്പോഴും ഇവർ പ്രസന്നവദനായിരുന്നാൽ അത് മറ്റുള്ളവരിലൂടെ നിങ്ങൾക്ക് ലഭിക്കേണ്ട നന്മകളും വർദ്ധിക്കും. ഈശ്വര വഴിപാടുകൾ ചെയ്ത് മുന്നോട്ട് പോകുന്ന പക്ഷം എല്ലായ്പ്പോഴും ഇവർക്ക് സന്തോഷം വർദ്ധിക്കുന്നതാണ്. വിശ്രമമില്ലാതെ ജോലി ചെയ്യുന്നത് കൊണ്ട് തന്നെ ആരോഗ്യകാര്യങ്ങളിൽ ഇവർ കൂടുതൽ ശ്രദ്ധ പുലർത്തേണ്ടതാണ്. തിരുവോണ നക്ഷത്രക്കാരായിട്ടുള്ള സ്ത്രീകൾ പൊതുവെ എല്ലായ്പ്പോഴും മറ്റുള്ളവർക്ക് മാതൃക മഹിളകളായിരിക്കും. കുടുംബാംഗങ്ങൾക്കായി വിട്ടുവീഴ്ച ചെയ്യുന്ന നല്ല സ്വഭാവക്കാരാണ് തിരുവോണ നക്ഷത്രക്കാരികൾ. അതുകൊണ്ട് തന്നെ ഇവർ കബളിപ്പിക്കപ്പെടാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധ ചെലുത്തേണ്ടതാണ്. ആരോഗ്യകാര്യത്തിൽ ഉദാസീനത കാണിക്കാതിരിക്കുക. രോഗങ്ങൾ നിസ്സാരമായിട്ടാണ് ആരംഭിക്കുന്നതെങ്കിലും വളരെ പെട്ടെന്ന് തന്നെ ചികിത്സ നടത്തുക. ചിലർക്ക് മുട്ടുകൾ, രഹസ്യ അവയവ രോഗങ്ങൾ എന്നിവയൊക്കെ ഉണ്ടായി കണ്ടിട്ടുണ്ട്. ഗർഭിണികളായിട്ടുള്ള തിരുവോണ നക്ഷത്രക്കാർ ആരോഗ്യകാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ ചെലുത്തുക. കുടുംബസമേതം വാഹനത്തിൽ പോകുമ്പോൾ അമിത വേഗത ഒഴിവാക്കുക. ജാതകപ്രകാരം ചൊവ്വയുടെയും രാഹുവിന്റെയും ദശാകാലങ്ങളിൽ ഏത് പ്രവൃത്തിയിലും വളരെയധികം ജാഗ്രത തിരുവോണ നക്ഷത്രക്കാരായിട്ടുള്ള സ്ത്രീകൾ പുലർത്തേണ്ടതാണ്. പ്രത്യേകിച്ച് ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്തുക. വർഷത്തിലൊരിക്കൽ ആന്ധ്രയിലെ ശ്രീശൈലത്തുള്ള മല്ലികാർജുന സ്വാമി ക്ഷേത്രത്തിലോ തൃശൂർ വടക്കുന്നാഥ സ്വാമി ക്ഷേത്രത്തിലോ ദർശനം നടത്തി പ്രാർത്ഥിക്കുക. കുലദൈവ ആരാധനയും വഴിപാടുകളും മുടക്കാതിരിക്കുക. ഓം വാസുദേവായ വിദ്മഹേ വിഷ്ണുദേവായ ധീമഹി തന്നോ നാരായണ പ്രചോദയാത് എന്ന മഹാവിഷ്ണുവിന്റെ ഗായത്രി മന്ത്രത്തെ നിത്യം ജപിക്കുക. വിഷ്ണു ഗായത്രി ജപിക്കുന്നതിലൂടെ ജീവിതത്തിൽ ആനന്ദവും മികവും ഉയർച്ചയും ഒക്കെ ഉണ്ടാകുന്നതാണ്. 27 നക്ഷത്രക്കാരുടെയും അറിയേണ്ടതെല്ലാം എന്നുള്ള വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. 27 നക്ഷത്രക്കാരും കാണേണ്ട വീഡിയോ തന്നെയാണ് അത്. ഓരോ നക്ഷത്രക്കാരെ കുറിച്ചും ഇതുവരെ ആരും പറയാത്ത കഥകൾ എന്ന എന്റെ വീഡിയോ കാണുക. 2 ഭാഗങ്ങളിലായിട്ടാണ് ഓരോ നക്ഷത്രക്കാരെയും ഞാൻ വീഡിയോയിലൂടെ അവതരിപ്പിച്ചിട്ടുള്ളത്. അത് നിങ്ങൾക്ക് വിലപ്പെട്ട അറിവുകൾ നൽകും. വീഡിയോയുടെ ലിങ്ക്
എൻഡ് സ്ക്രീനിലും കാർഡ് രൂപത്തിലും കൂടാതെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും നൽകിയിട്ടുണ്ട്. ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് വീഡിയോ കാണാവുന്നതാണ്. നിങ്ങളുടെ നക്ഷത്രത്തെ കൂടുതലായി അറിഞ്ഞിരിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമന്റ് ആയിട്ട് അറിയിക്കുക. ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വിഷയങ്ങളുമായി നമുക്ക് തുടർന്ന് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.